ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ആത്മാരമ്യ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് കാണിക്കുന്ന വീഡിയോ താമരയുടെ ട്യൂബറുകൾ എങ്ങനെ കൊറിയർ ചെയ്യാം എന്നുള്ളതാണ്. ഇതിൻ്റെ എല്ലാ വിവരങ്ങളും കാണിക്കുന്നുണ്ട്. എല്ലാവരും അവസാനം വരെ കാണണം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൺ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ഇനി ഇതിനകത്ത് ഇടുന്നതായിരിക്കും. ഇതിപ്പോൾ താമര നന്നായി പൊതിഞ്ഞ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ താമരയും നമ്മൾ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ നനയ്ക്കുമ്പോൾ ആ പേരുകൾ സ്പ്രെഡ് ആവാതായിട്ട് ഇരിക്കാനായിട്ട് അത് സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ്, ഒരു പേപ്പറിൽ പേരെഴുതിയിട്ട് സെല്ലോ ടേപ്പ് വെച്ച് വീണ്ടും ഒട്ടിച്ചിട്ടാണ് ഈ ട്യൂബറുകളിൽ നമ്മൾ പേരെഴുതി വെച്ചിരിക്കുന്നത്. അതിലെ വെള്ളമെല്ലാം കുറച്ച് വാർന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ നല്ലൊരു കവറിലെടുത്ത് നന്നായി പാക്ക് ചെയ്ത് പുറത്തേക്ക് ഒട്ടും വെള്ളം വരാത്ത രീതിയിൽ നോക്കിയിട്ട് വേണം നമ്മൾ ബോക്സിലാക്കിയിട്ട് പാക്ക് ചെയ്ത് അയക്കാനായിട്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അഡ്രസ്സ് കൃത്യമായിരിക്കണം. പിൻകോഡ് എന്തായാലും ഉണ്ടായിരിക്കണം. ഫോൺ നമ്പർ ഉണ്ടാവണം. ഇൻ കേസ് അഡ്രസ്സ് തെറ്റിയാൽ പിൻകോഡും ഫോൺ നമ്പറും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് സ്ഥലത്ത് എത്തിയിരിക്കും. അതുപോലെ ഈ ഫോട്ടോയിൽ കാണുന്ന താമരയുടെ ട്യൂബറുകളൊക്കെയാണ് ഞാൻ കൊറിയർ ചെയ്തത്. പിന്നെ ഇത് രണ്ട് രീതിയിലാണ് ഇവർ കൊറിയറുകാർ നമ്മുടെ അടുത്ത് നിന്ന് ചാർജ് ഈടാക്കുന്നത്. ഞാൻ DTDC കൊറിയർ വഴിയാണ് അയക്കുന്നത്. ഒന്ന്, ഇതിൻ്റെ വെയിറ്റ് നോക്കും. അതല്ല വെച്ചാൽ ഇവർ വോളിയം നോക്കും. അത് ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ്. അപ്പോൾ അത് വെച്ചിട്ട് അവരൊരു കാൽക്കുലേഷൻ ഉണ്ട്. അതിൽ ഏതാണോ ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ആ റേറ്റ് ആയിരിക്കും നമ്മുടെ അടുത്ത് വാങ്ങിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ സ്ലിപ്പ് തരും. ആ സ്ലിപ്പിൽ ഇത് വെച്ചിട്ട് നമുക്ക് ട്രാക്ക് ചെയ്തായിട്ട് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ എനിക്ക് ബീന ചേച്ചി അയച്ചു തന്ന വീഡിയോ ആണ്. ബീന ചേച്ചിക്ക് താമര കിട്ടിയതിന് ശേഷം നമ്മൾ താമര ഈ കൊറിയർ കിട്ടുമ്പോൾ അത് അൺബോക്സ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. നനഞ്ഞ കവറാണ്, നമ്മൾ വലിച്ചു കീറിയൊന്നും എടുക്കരുത്. ഇതുപോലെ നല്ല വൃത്തിക്ക് പതുക്കെ പതുക്കെ തുറന്നെടുക്കണം. ഇത് ട്യൂബറിൽ ചെറിയ റണ്ണറുകൾ ഓടിത്തുടങ്ങിയതുകൊണ്ട് ഇത് തമ്മിൽ കെട്ടുപണഞ്ഞൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇത് പതുക്കെ ശ്രദ്ധിച്ച് വേണം ഓരോന്ന് വേർതിരിച്ചെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ സെല്ലോ ടേപ്പിൽ വെച്ചിട്ട് എഴുതി ഒട്ടിച്ചതുകൊണ്ട് പേരുകളൊന്നും സ്പ്രെഡായിട്ടില്ല. ഓരോ ട്യൂബറുകളും ഏതാണെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് പാക്ക് ചെയ്യാതെ ഒന്നിച്ച് തന്നെ ട്യൂബറുകൾ ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് അയക്കാൻ പറ്റും. പിന്നെ നല്ല ഫ്രഷായിട്ട് ഇരിക്കുകയും ചെയ്യും നനഞ്ഞിരിക്കുമ്പോൾ. ഇത് ഓരോ കസ്റ്റമേഴ്സും അവർക്ക് കിട്ടിയ ഫോട്ടോസ് നമുക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് സേഫായി കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.